ഇന്നത്തെ അറിയിപ്പുകൾ. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര തിങ്കളാഴ്ച ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. അതേസമയം ഫ്രീ യാത്രയാണെങ്കിലും സീറോ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ 500 രൂപ പിഴ ഈടാക്കും. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമാകും. UDF സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ പ്രിയദർശിനി പദ്ധതിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള 3125 ഓർഡിനറി KSRTC സർവീസുകളിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഫെയർ സ്റ്റേജ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി എന്നീ 7 വിഭാഗം KSRTC സർവീസുകളിലാണ് സൗജന്യ യാത്ര ലഭിക്കുക. ഈ ബസ്സുകൾ തിരിച്ചറിയാൻ പ്രത്യേക സ്റ്റിക്കറുകളും പതിപ്പിക്കും. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും പ്രായപരിധിയോ വരുമാന പരിധിയോ ഇല്ലാതെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. പ്രത്യേക കാർഡോ രജിസ്ട്രേഷനോ ആവശ്യമില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളുടെ ഭാഗമായാണ് സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി മൂലം KSRTCക്ക് പ്രതിവർഷം ഏകദേശം 800 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ മുഴുവൻ ചെലവും സർക്കാർ തന്നെ വഹിക്കുമെന്ന് KSRTCക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനും തൊഴിൽ, വിദ്യാഭ്യാസം, പൊതുജീവിതം എന്നിവയ്ക്കുള്ള അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്തെ ട്രാഫിക് പിഴയുടെ പേരിൽ വൻ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി പോലീസ്. വാഹന ഉടമകൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെയോ പോലീസിന്റെയോ പേരിൽ വാട്സാപ്പ്, SMS സന്ദേശങ്ങൾ അയച്ചാണ് തട്ടിപ്പുകാർ വാഹന ഉടമകളെ ലക്ഷ്യമിടുന്നത്. വാഹന നമ്പരും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തി ട്രാഫിക് ഫൈൻ കുടിശ്ശികയുണ്ട്, ഉടൻ പണമടച്ചില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും തുടങ്ങിയ സന്ദേശങ്ങളാണ് അയക്കുന്നത്. ഇതോടൊപ്പം നൽകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ ലിങ്കുകൾ ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകളല്ലെന്നും ഉപയോക്താക്കളുടെ ബാങ്ക് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും കൈക്കലാക്കാനുള്ള തട്ടിപ്പു മാർഗമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഈ ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് തുറക്കുകയാണെങ്കിൽ ഫോണിലെ ബാങ്കിംഗ് വിവരങ്ങൾ, പാസ്വേഡുകൾ, മറ്റു സ്വകാര്യ വിവരങ്ങൾ എന്നിവ ഹാക്കർമാരുടെ കൈകളിലെത്താൻ സാധ്യതയുണ്ട്. തട്ടിപ്പുകാർ സൃഷ്ടിക്കുന്ന വെബ്സൈറ്റുകൾ യഥാർത്ഥ ചലാൻ പോർട്ടലുകളോട് വളരെ സാമ്യമുള്ളതിനാൽ പലരും എളുപ്പത്തിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. വാഹന നമ്പറും ലൈസൻസ് വിവരങ്ങളും നൽകാൻ ആവശ്യപ്പെടുന്ന ഈ സൈറ്റുകൾ പിന്നീട് പണമടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ബാങ്ക് കാർഡ് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ട്രാഫിക് പിഴ സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചലാൻ പോർട്ടലിലൂടെയോ കേരള പോലീസിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയോ മാത്രമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പോ പോലീസോ സാധാരണയായി വാട്സാപ്പ് വഴി പിഴ നോട്ടീസുകൾ അയക്കാറില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. സംശയാസ്പദമായ സന്ദേശങ്ങൾ ലഭിച്ചാൽ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കാനും പണം നഷ്ടമായാൽ ഉടൻ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതി നൽകുകയോ ദേശീയ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയോ വേണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. പാചകവാതകം ഉൾപ്പെടെ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നിട്ടും സർക്കാർ അനുവദിക്കുന്ന തുക വർദ്ധിപ്പിക്കാത്തതാണ് സ്കൂൾ അധികൃതരെ പ്രതിസന്ധിയിലാക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ചെലവ് കൂടിയതോടെ സ്കൂൾ അധികൃതർ ആശങ്കയിൽ. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ നിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും സർക്കാർ ഫണ്ട് അനുവദിക്കുന്നത്. എന്നാൽ പാലിന്റെയും മുട്ടയുടെയും പാചകവാതകത്തിന്റെയും വില ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം കുട്ടികൾക്ക് 150 മില്ലി വീതം പാൽ നൽകണം. എന്നാൽ ലിറ്ററിന് 60 രൂപ വിലയായിട്ടും സർക്കാർ അനുവദിക്കുന്നത് 52 രൂപ മാത്രം. മുട്ടയ്ക്ക് സർക്കാർ നൽകുന്ന 6 രൂപ വിപണി വിലയേക്കാൾ കുറവാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. പ്രീ പ്രൈമറി, പ്രൈമറി വിദ്യാർത്ഥികൾക്ക് 6 രൂപ 78 പൈസയും അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് 10 രൂപ 17 പൈസയുമാണ് ഉച്ചഭക്ഷണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. അതേസമയം പാചകവാതക സിലിണ്ടറിന്റെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷം മെനുവിൽ വെജിറ്റബിൾ ബിരിയാണി, വിവിധതരം ചോറുകൾ, പോഷക സമൃദ്ധമായ കറികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വർദ്ധിച്ച ചെലവ് വഹിക്കാൻ അധിക സഹായം വേണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം. ഇതിനിടെ പാചക തൊഴിലാളികൾക്ക് വേനലവധി സമാശ്വാസ തുകയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.